അങ്ങനെ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. 2 ദിവസം വീഡിയോ ഇടാനായിട്ട് ലേറ്റായത് വേറൊന്നുമല്ല. എൻ്റെ പനി മാറിയപ്പോഴേക്കും കുട്ടികൾക്ക് പനി പിടിച്ചു കേട്ടോ. രണ്ടാൾക്കും ഇപ്പോൾ പനിയാണ്. കുറച്ച് കുറവുണ്ട്. മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയാൽ അവരൊറ്റയ്ക്കാവില്ല. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുക്കിങ്ങിന് എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഉപ്പേരിക്ക് മുതിര വെക്കാമെന്ന് വിചാരിക്കണ്. അപ്പോൾ മുതിര കുറേ ദിവസമായി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ മുതിര കഴിക്കാനൊരു പൂതി. അപ്പോൾ മുതിര കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ നമ്മൾ മറ്റേ പത്തിരി ദോശയുടെ ഇത് പറയാറില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് അരിപ്പൊടി എടുത്തു. അതിലേക്ക് നാളികേരം, നല്ല ജീരകവും കുഞ്ഞുള്ളിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ലൂസാക്കിയിട്ട് കലക്കിയിട്ടാണ്. എന്നിട്ട് പിന്നെ അത് നമ്മുടെ ദോശച്ചട്ടിയിലേക്ക് ഒഴിക്കുക, മൊരിയുമ്പോൾ എടുക്കുക. അത്രേനേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ 2-3 തവണ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ അതിൻ്റെ ഇടയിൽ എനിക്ക് കുഞ്ഞുള്ളി നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. മുതിര മുളകിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി നന്നാക്കാൻ പറഞ്ഞു. അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേപോലെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് തന്നത് ഒരു ഡപ്പയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇത്ര ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മോട് അത് തൊലി കളയാൻ പറഞ്ഞപ്പോൾ അമ്മ അത് മൊത്തത്തിൽ എടുത്തിട്ട് തൊലി കളയാനായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് കഷായം ഉണ്ട്. അങ്ങനെ ആ കഷായമൊക്കെ ചൂടാക്കിയിട്ട് അമ്മ കുടിച്ചു കേട്ടോ. അത് ചൂടോട് കൂടിയിട്ട് തന്നെ കുടിക്കേണ്ടതാണ് തോന്നുന്നു. ഒപ്പം അമ്മ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നിന്നിട്ട്. പിന്നെ ഞാൻ ചിയ സീഡ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കുടിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ പിന്നെ എണീറ്റ വഴിക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മുതിര ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ മിളകിട്ടു. അമ്മ ഒപ്പം നിന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒപ്പം കഴുകി വെക്കുന്നുണ്ട്, അവിടെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ കുറേ ഗുളികകളുണ്ട്. അമ്മ ഗുളിക കഴിക്കണതും പിന്നെ മരുന്നിന് പോണതും. അമ്മ ഗുരുവായൂർ ദേവസ്വത്തിലാണ് ഡോക്ടറെ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പം ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് പറയുകയാണ്. അതുപോലെ അമ്മയുടെ കൂട്ടുകാരികളുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ അതൊക്കെ കുറേ നേരം കേട്ട് നിന്ന് അപ്പോഴേക്കും എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കൂടി ചായ കുടിക്കാനായിട്ടിരുന്നു. പിന്നെ നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് വേണം ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഷോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.